സ്വാമി, സ്വാമി, കണ്ണുകൾ തുറക്കൂ സ്വാമി, സ്വാമി. മോക്ഷത്തെ കൊടുക്കുന്ന മുകുന്ദ, എന്താണിത്? എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, സഹോദരൻ, മറ്റു ബന്ധുക്കൾ എന്നിവരുടെയൊക്കെ ചേതനയേറ്റ ശരീരങ്ങളല്ലേ ഇവ? അർജുനന്റെ ശരമേറ്റ് ഭൂമിയിലെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഭഗദത്തൻ തൻ്റെ കരിവീരന് സമീപം ചലനമറ്റ് കിടക്കുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ? ചോരയിൽ കുളിച്ചു കിടക്കുന്ന അഭിമന്യു കുമാരൻ, കണ്ടം മുറിഞ്ഞ ജയദ്രഥന്റെ ഉടൽ, ദ്രോണനെ സംസ്കരിച്ച ഇടം, ഭീമൻ കീറി പിളർന്ന് ചോര കുടിച്ച മാരടവുമായി മരിച്ചു കിടക്കുന്ന എൻ്റെ പുത്രൻ ദുശാസനൻ, ദുര്യോധനപുത്രനായ ലക്ഷ്മണകുമാരന്റെ ചലനമറ്റ ശരീരം, പട്ടുകിടക്കമേൽ കിടക്കേണ്ട ദുര്യോധനൻ കാലുകൾ തല്ലി ഒടിക്കപ്പെട്ട് ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ഭീകര ദൃശ്യം. ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും വാസുദേവ, എങ്ങനെ സഹിക്കും? വല്ലഭീ വല്ലഭ, നിന്റെ സ്വന്തം സഹോദരി സുഭദ്രയുടെ ഇഷ്ടപുത്രനെ പോലും രക്ഷിക്കുവാൻ നീ ശ്രമിച്ചില്ലല്ലോ ദയാനിധി. മാധവ, നിനക്ക് പരസ്പരം കൊല്ലിക്കുന്നത് ഒരു രസമാണല്ലേ? കല്ലുകൊണ്ടാണോ കൃഷ്ണ നിന്റെ മനസ്സുണ്ടാക്കിയിരിക്കുന്നത്? കുരുവംശം പരസ്പരം ഇത്തരത്തിൽ പോരാടി കൗരവർ ഒന്നടങ്കം കൊല്ലപ്പെട്ടതിന് പിന്നിൽ നിന്റെ നിഷ്ക്രിയത്വം ഒരു പ്രധാന കാരണമല്ലേ ഗോപതി? എന്തിനാണ് വാസുദേവ കൗരവരെ നീ തീർത്തും ഉപേക്ഷിച്ചു കളഞ്ഞത്? ബുദ്ധിശാലിയും സമർത്ഥനും ശക്തനുമായ ഇന്ത്യയുടെ രക്ഷണ കൗരവരുടെ നാശം നിന്റെ ഇച്ഛാനുസരണമല്ലേ നടന്നത്? എന്റെ പുത്രന്മാരുടെയും പേരക്കുട്ടികളുടെയും അറും കൊലയ്ക്ക് പിന്നിൽ ദ്രൗപദി എന്ന ദുഷ്ടയായിരുന്നുവെങ്കിലും നിന്റെ നിഗൂഢ നിശബ്ദത ആ നാശങ്ങൾക്കൊക്കെ വളമായില്ലേ മധുസൂദന? മഹാബാഹു, ദ്രൗപദിയുടെ കൊലച്ചിരിക്കും അവളുടെ പ്രതികാരദാഹത്തിനും എന്റെ കുട്ടികളുടെയൊക്കെ ജീവൻ എടുത്തപ്പോൾ അവൾക്ക് തൃപ്തിയായിട്ടുണ്ടാകുമല്ലേ? തൃപ്തിയായിട്ടുണ്ടാകും. അഹങ്കാരിയായ അവളുടെ പിതാവ് ത്രിപുരൻ ഒരു ദ്രോണാചാര്യനെ യാചക തുല്യം അധിക്ഷേപിച്ചത് ശരിയായിരുന്നു പാർത്ഥ. തെറ്റുകൾ രണ്ടു ഭാഗത്തും ഇല്ലേ മുകുന്ദ? ഹരേ, ഒരു തെറ്റിന് മറ്റൊരു തെറ്റുകൊണ്ടാണോ നേരിടേണ്ടത്? നീ മൗനാനുവാദം കൊടുത്തതിനാൽ മാത്രം സംഭവിച്ച ഈ കൊടും കൊലകളുടെ പാപഫലം നീ അനുഭവിക്കില്ലെന്ന് കരുതുന്നുവോ കൃഷ്ണ? പതി ശുശ്രൂഷയാൽ അല്പമെങ്കിലും തപോബലം ഞാൻ ആർജിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലയോ ചക്രഗദാധര, ഞാൻ നിന്നെ ശപിക്കുകയാണ്. പരസ്പരം കൊല്ലുന്ന ബന്ധുക്കളായ കുരുപാണ്ഡവരെ ഉപേക്ഷിച്ച് നീ നോക്കി നിന്നതിനാൽ നിന്റെ ബന്ധുക്കളൊക്കെ ഇതേപോലെ കൊല്ലപ്പെടുന്നതും നിനക്ക് നോക്കി നിൽക്കേണ്ടി വരും. ബന്ധുക്കളും അമാത്യരും പുത്രന്മാരും ഒക്കെ കൊല്ലപ്പെടുന്നത് കണ്ട് ഇന്ന് ഞാൻ നേരിടുന്ന ഈ അവസ്ഥ പോലെ നീയും ഒരു നാൾ ദുഃഖത്താൽ തരിച്ചു നിൽക്കും. യാദവകുലം ഒന്നാകെ നശിച്ച് ഇല്ലാതെയാണ്. ഈ കാണുന്നത് പോലെ എല്ലാം നഷ്ടമായി നിന്റെ കുലസ്ത്രീകളും ഭാരത സ്ത്രീകളെ പോലെ അനാഥകളായി അലമുറയിട്ട് വിലപിക്കും. ഇനിയേ സംഭവിക്കും. ഉത്തമ ഭക്തയും ധർമ്മിഷ്ഠയുമായ രാജമാതാ ഗാന്ധാരി, നടന്നതെല്ലാം മുൻ നിശ്ചയപ്രകാരവും ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുമായിരുന്നെങ്കിലും പുത്രവിരഹ ദുഃഖത്തിന്റെ കാഠിന്യത്താൽ മാതാവ് നൽകിയ ശാപം നാം ശിരസാ വഹിക്കുന്നു. തായി, ഞാൻ ഇതെന്താണ് കാണുന്നതും കേൾക്കുന്നതും? സ്നേഹനിധിയായ എന്റെ പതി അഭിമന്യു, എന്റെ പിതാവ്, എന്റെ സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ ചേതനയേറ്റ ശരീരം ഈ നിലയിൽ കാണുവാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാതാവേ? ജന്മം കൊണ്ട് അവിടുത്തെ പുത്രനല്ലെങ്കിലും സ്വന്തം പുത്രന്മാരെക്കാൾ മാതാശ്രീ ഏറെ സ്നേഹിച്ചിരുന്നവനല്ലേ എന്റെ പതി അഭിമന്യു. എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ പിതാവായി ഞാൻ ആരെ കാട്ടിക്കൊടുക്കും തായേ? ഇത്ര ചെറുപ്പത്തിലെ വിധവയാകുവാൻ ഞാൻ എന്ത് പാപം ചെയ്തു മാതേ?
അവിടത്തേക്ക് ദുഃഖമുണ്ടാക്കിയ ഏതോ വിഷയത്തിൽ പഞ്ചപാണ്ഡവർ യുദ്ധത്തിന് തയ്യാറല്ലെങ്കിൽ എന്റെ പതി അഭിമന്യു നേതൃത്വം കൊടുത്ത് അവിടുത്തെ മക്കളെയും കൂട്ടി യുദ്ധത്തിനിറങ്ങി മാതാവിന് നീതി വാങ്ങി നൽകുമെന്ന് അവിടുന്ന് പലവട്ടം അഭിമാനം കൊള്ളുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. മാതാശ്രീയുടെ അനവസരത്തിലുള്ള ഏതോ ഒരു ചിരിയാണ് ഈ മഹായുദ്ധത്തിനും എന്റെ പതി അഭിമന്യു ഉൾപ്പെടെ വേറെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ വിയോഗത്തിനും കാരണമായതെന്ന് രാജമാതാ ഗാന്ധാരിയുടെ ആരോപണം സത്യമാണോ തായേ? എനിക്ക് ദുഃഖമുണ്ടാക്കിയ ഏതോ ഒരു വിഷയം, എന്റെ ഒരു ചിരി, ഇതൊക്കെയാണ് ഈ മഹായുദ്ധത്തിനും സർവവിനാശത്തിനും കാരണമെന്ന് ഉത്തരം കരുതുന്നുവല്ലേ? നിറഞ്ഞ സദസ്സിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീയുടെ വസ്ത്രമൊരിഞ്ഞ് അവളുടെ മാനം കവരുവാനുള്ള കൗരവരുടെ കൈകരുത്ത് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും പ്രതികാര മനോഭാവവും ഉണ്ടാക്കിയ ഏതോ ഒരു നിസാര വിഷയമാണോ പുത്രി? നിറഞ്ഞ സദസ്സിൽ അഭിസാരിക എന്ന് വിളി കേൾക്കേണ്ടി വന്നത് പവിത്രയായ ഒരു സ്ത്രീ പുച്ഛിച്ചു തള്ളണമല്ലേ? എന്റെ ഒരു ചിരിയാണ് ഈ മഹായുദ്ധത്തിന് കാരണമായതെന്ന് രാജമാതാ ഗാന്ധാരിയുടെ പരാമർശവും നീ വിശ്വസിക്കുന്നുവല്ലേ പുത്രി? നീയും മറ്റുള്ളവരെ പോലെ എന്നെയും എന്റെ അഭിമാനക്ഷതങ്ങളെയും സംശയിക്കുകയും ദുഃഖങ്ങളെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നുവല്ലേ? ഒന്നറിയുക മകളെ, ജനനം മുതൽ നാളിതുവരെ മാനസിക സംഘർഷങ്ങളാലും കഷ്ടതകളാലും നീറി നീറി ജീവിക്കുന്ന ഒരു ജീവച്ഛവമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി എങ്ങും ചിരിച്ചിട്ടില്ല കുട്ടി. അല്ല, ഇനിയൊരു സ്ത്രീ ഒന്ന് ചിരിച്ചെന്ന് തന്നെ കരുതുക. എന്റെ ഒരു സ്ത്രീക്ക് ഒന്ന് ചിരിക്കുവാനുള്ള അവകാശം പോലും ഇല്ലേ ഈ ഭൂമിയിൽ? ഒരു സ്ത്രീ ഒന്ന് ചിരിച്ചാൽ കൗരവർക്ക് മാനഹാനിയാകുമല്ലേ? യുദ്ധത്തിന് കോപ്പുകുട്ടുമല്ലേ? കൊള്ളാമല്ലോ, മറ്റുള്ളവരെ പോലെ എന്റെ പുത്രിയുടെയും എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളൊക്കെ. ക്ഷമിക്കണം മാതാ, അവിടുത്തെ ഉള്ളം വേദനിപ്പിക്കുവാനല്ല ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചത്. സത്യങ്ങളൊന്നും എനിക്കറിയില്ല മാതാവേ. ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം എനിക്ക് കേൾവികൾ മാത്രം. വെറും ചെറുപ്രായത്തിലുള്ള എന്നെ ആരും ഗൗനിക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് മാപ്പ് തരണം മാതാശ്രീ. ഭർത്താവ് നഷ്ടപ്പെട്ട ഗർഭിണിയായ എന്നെയും ഗർഭസ്ഥ ശിശുവിനെയും അശ്വത്ഥാമാവ് നീചമായി ആക്രമിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് ഞാൻ ഇനിയും മുക്തയായിട്ടില്ല. മാനസിക വിഭ്രാന്തിയിൽ ഞാൻ എന്തെങ്കിലും അപരാധ വാക്കുകൾ ഒഴിഞ്ഞുവെങ്കിൽ മാതാവിനോട് പൊറുക്കണം. സത്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. മാതാവ് നേരിട്ട സംഘർഷങ്ങളും സത്യാവസ്ഥകളും എനിക്ക് അറിയണം. പറഞ്ഞു തരൂ മാതാവേ. സാരമില്ല പുത്രി, നാളിതുവരെ അധിക്ഷേപങ്ങൾ മാത്രം നേരിട്ടിട്ടുള്ള എനിക്ക്